2023 ഡിസംബർ 27 PSC നടത്തിയ 245/2023 എന്ന കോഡ് നമ്പറുള്ള ചോദ്യപേപ്പറിന്റെ ആദ്യത്തെ 34 ചോദ്യങ്ങൾ നേരത്തെ വിശകലനം ചെയ്തിരുന്നു. 35 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. 35. ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം? എ നേപ്പാൾ, ബി ഭൂട്ടാൻ, സി അഫ്ഗാനിസ്ഥാൻ, ഡി പാകിസ്ഥാൻ. സി അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ? എ മാംഗോ ഷവർ, ബി കാൽബൈശാഖി, സി ചാസിംഗ്, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി കാൽബൈശാഖി. 37. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? എ വെള്ളായണി കായൽ, ബി ശാസ്താംകോട്ട കായൽ, സി പൂക്കോട്ട് തടാകം, ഡി ഇവയൊന്നുമല്ല. സി പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. 38. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം? എ ജസ്പ, ബി ജംബോ, സി ജൂഡ്, ഡി ജാക്കി. ഉത്തരം ഓപ്ഷൻ എ ജസ്പ. 39. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി? എ മേഴ്സിക്കുട്ടിയമ്മ, ബി പി രാജീവ്, സി ആൻ്റണി രാജു, ഡി സജി ചെറിയാൻ. ഉത്തരം ഡി സജി ചെറിയാൻ. 40. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? എ ഗോദാവരി, ബി കൃഷ്ണ, സി കാവേരി, ഡി മഹാനദി. ഉത്തരം എ ഗോദാവരി. 41. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? എ 13%, ബി 12%, സി 15%, ഡി 10%. ഉത്തരം ഓപ്ഷൻ ബി 12%. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം? എ പാകിസ്ഥാൻ, ബി ചൈന, സി ഇന്ത്യ, ഡി നേപ്പാൾ. ശരിയായ ഉത്തരം സി ഇന്ത്യ. 43. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി? എ സ്വരാജ് ട്രോഫി, ബി നെഹ്റു ട്രോഫി, സി ദിലീപ് ട്രോഫി, ഡി സന്തോഷ് ട്രോഫി. ഉത്തരം എ സ്വരാജ് ട്രോഫി. 44. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 2. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. 3. ആസൂത്രണ കമ്മീഷൻ 1950 ആഗസ്റ്റ് 15 നിലവിൽ വന്നു. 4. എം.എൻ. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി 3ഉം 4ഉം ശരി, ഓപ്ഷൻ സി 2ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം 4ഉം ശരി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം ശരി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 എം.എൻ. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. 45. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ ഉചിതമായത് ഏത്? 1. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 2. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലഘട്ടത്തിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 3. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2017 കാലഘട്ടത്തിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം വെച്ചു. 4. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലഘട്ടത്തിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഓപ്ഷൻ എ 1, 3, 4 ശരി, ഓപ്ഷൻ ബി 1, 2, 3 ശരി, ഓപ്ഷൻ സി 2, 3, 4 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 ശരി. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. പഞ്ചവത്സര പദ്ധതി 2002-2017 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം വെച്ചു. ചോദ്യം 46. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? എ ജപ്പാൻ, ബി ജർമ്മനി, സി ഇറ്റലി, ഡി ഇസ്രയേൽ. 46 ഡി ഇസ്രയേൽ. 47. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? എ സൗദി, ബി അമേരിക്ക, സി ഇംഗ്ലണ്ട്, ഡി നേപ്പാൾ. ഉത്തരം സി ഇംഗ്ലണ്ട്. 48. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? എ ഒരു ചെയർപേഴ്സൺ, 3 മുഴുവൻ സമയ അംഗങ്ങൾ, 6 ഡീംഡ് അംഗങ്ങൾ. ബി ഒരു ചെയർപേഴ്സൺ, 4 മുഴുവൻ സമയ അംഗങ്ങൾ, 5 ഡീംഡ് അംഗങ്ങൾ. സി ഒരു ചെയർപേഴ്സൺ, 7 മുഴുവൻ സമയ അംഗങ്ങൾ. ഡി ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഉത്തരം
ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. 49. ആരുടെ നോവലാണ് വല്ലി? ഓപ്ഷൻ എ പി എഫ് മാത്യൂസ്, ബി ഉണ്ണിയാർ, സി പെരുമ്പടവം ശ്രീധരൻ, ഡി ഷീല ടോമി. ഉത്തരം ഡി ഷീല ടോമി. 50. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് ആരാണ്? എ കാരിച്ചാൽ ചുണ്ടൻ, ബി കാട്ടിൽ മേക്കതിൽ, സി പായിപ്പാടൻ ചുണ്ടൻ, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഡി ഇതൊന്നുമല്ല. മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് വിജയിച്ചത്. 51. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? എ ഉത്തർപ്രദേശ്, ബി മഹാരാഷ്ട്ര, സി കേരളം, ഡി കർണാടകം. ഉത്തരം ഡി കർണാടകം. 52. ശരിയായത് കണ്ടെത്തുക. 1. ജിമ്മി ജോർജ് വോളിബോൾ, 2. പ്രീജ ശ്രീധരൻ നീന്തൽ, 3. ബോബി അലോഷ്യസ് ഹൈ ജംപ്, 4. ചിത്ര കെ സോമൻ അത്ലറ്റ്. ഓപ്ഷൻ എ 1, 2, 3 ശരി. ഓപ്ഷൻ ബി 1, 3, 4 ശരി. ഓപ്ഷൻ സി 1, 2, 4 ശരി. ഓപ്ഷൻ ഡി 2, 3, 4 ശരി. ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 ശരി. പ്രീജ ശ്രീധരൻ നീന്തൽ എന്നത് തെറ്റാണ്. പ്രീജ ശ്രീധരൻ നീന്തൽ താരമല്ല, ദീർഘദൂര ഓട്ടക്കാരിയാണ്. 53. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലമേത്? എ ആപ്പിൾ, ബി മാങ്ങ, സി കശുമാങ്ങ, ഡി സഫർജൽ. ഉത്തരം ബി മാങ്ങ. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാവുന്നു. ഇവയാണ് കപടഫലങ്ങൾ. കശുമാങ്ങ പൂഞ്ഞെട്ട് വളർന്നാണ് ഉണ്ടാകുന്നത്. ആപ്പിൾ, സഫർജൽ എന്നിവ പുഷ്പാസനം വളർന്നാണ് ഉണ്ടാകുന്നത്. 54. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? എ മാംസബുക്ക്, ബി സസ്യബുക്ക്, സി മിശ്രബുക്ക്, ഡി വിഘാടകർ. ഉത്തരം എ മാംസബുക്ക്. 55. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? എ ജീവകം ബി, ബി ജീവകം സി, സി ജീവകം എ, ഡി ജീവകം ഡി. ശരിയായ ഉത്തരം ഡി ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഈ വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. 56. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? എ അഗ്രചർവണകം, ബി കോമ്പല്ല്, സി ചർവണകം, ഡി ഉളിപ്പല്ല്. ഉത്തരം സി ചർവണകം. 57. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്? എ സൈലന്റ് വാലി, ബി ഇരവികുളം, സി പാമ്പാടും ചോല, ഡി മതികെട്ടാൻ ചോല. ഉത്തരം ബി സൈലന്റ് വാലി. 58. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? എ ടോക്കോഫെറോൾ, ബി തയാമീൻ, സി നിയാസിൻ, ഡി റൈബോഫ്ലോവിൻ. ഉത്തരം എ ഓപ്ഷൻ എ ടോക്കോഫെറോൾ. 59. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? എ മണ്ണിൻ്റെ pH പരിശോധനയ്ക്ക്, ബി മണ്ണിൻ്റെ ജലവാഹകശേഷി അറിയുന്നതിന്, സി മണ്ണിൻ്റെ രാസഘടന മനസ്സിലാക്കുന്നതിന്, ഡി മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഉത്തരം ഡി മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. 60. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? എ കറുപ്പ്, ബി വെളുപ്പ്, സി നീല, ഡി ഇതൊന്നുമല്ല. ഉത്തരം ബി വെളുപ്പ്.